ഇംഗ്ലണ്ടിനെതിരായ 4-ാം ടെസ്റ്റിൽ ഇന്ത്യ പൊരുതുകയാണ്. ആദ്യ ദിനം 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 264 റൺസ് എന്ന നിലയിലാണ്. ജയ്സ്വാളിനും സായ് സുദർശനും അർദ്ധ സെഞ്ചുറിയുമായി തുടങ്ങി. മത്സരത്തിനിടെ പരിക്കേറ്റ ഋഷഭ് പന്ത് പുറത്തായി. 2-ാം ദിനം ഉച്ചയ്ക്ക് 3:30-ക്കാണ് കളി ആരംഭിക്കുന്നത്. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യയുടെ രക്ഷകരായി ജയ്സ്വാളും സായ് സുദർശനും. 4-ാം ടെസ്റ്റിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യ സെഷനിൽ ലഭിച്ചത് മികച്ച തുടക്കം. എന്നാൽ 2-ാം സെഷനിലെ തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് തിരിച്ചടി. സ്കോർ 94 നിൽക്കെ 46 റൺസെടുത്ത KL രാഹുൽ പുറത്ത്. ഇംഗ്ലണ്ടിൽ 1000 റൺസ് പൂർത്തിയാക്കുന്ന 5-ാമത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും KL രാഹുൽ സ്വന്തമാക്കി. പിന്നാലെ തുടർച്ചയായി 2 വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലണ്ട് ഇന്ത്യയുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചു. ആദ്യം അർദ്ധ സെഞ്ചുറി തികച്ച ജയ്സ്വാളിനെ ലിയാം ഡൗസണും പിന്നാലെ വന്ന നായകൻ ഗില്ലിനെ ബെൻ സ്റ്റോക്സും പുറത്താക്കി. 4-ാം വിക്കറ്റിൽ ഒന്നിച്ച സായ് സുദർശൻ ഋഷഭ് പന്ത് സഖ്യം ഇന്ത്യൻ ഇന്നിംഗ്സ് പതിയെ ചലിപ്പിച്ചെങ്കിലും ക്രിസ് വോക്സിന്റെ പന്തിൽ റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച പന്തിന് പരിക്ക്. പിന്നാലെ ബഗ്ഗി ആംബുലൻസിൽ പന്ത് പുറത്തേക്ക്. 48 പന്തിൽ നിന്ന് 37 റൺസ് എടുത്തു നിൽക്കെ പന്ത് റിട്ടയർഡ് ഹേർട്ടായാണ് മടങ്ങിയത്. അതിനിടെ ഇംഗ്ലണ്ടിൽ പന്ത് റെക്കോർഡും കുറിച്ചു. 1000 റൺസ് എടുക്കുന്ന ആദ്യ നോൺ ഇംഗ്ലണ്ട് വിക്കറ്റ് കീപ്പറായി പന്ത്. പിന്നാലെ അർദ്ധ സെഞ്ചുറിയുമായി നിലയുറപ്പിച്ചിരുന്ന സായ് സുദർശനെ ബെൻ സ്റ്റോക്സും പുറത്താക്കി. നിലവിൽ 19 റൺസ് വീതമെടുത്ത് രവീന്ദ്ര ജഡേജയും ഷാർദുൽ താക്കൂറുമാണ് ക്രീസിൽ. കൂറ്റൻ സ്കോർ ലക്ഷ്യമിട്ടായിരിക്കും ഇന്ത്യ ഇറങ്ങുക. 3 മാറ്റങ്ങളോടെയാണ് ഇന്ത്യ 4-ാം ടെസ്റ്റിനിറങ്ങിയത്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഫോമിലെത്താൻ സാധിക്കാതിരുന്ന കരുൺ നായർക്ക് പകരം സായ് സുദർശനും പരിക്കേറ്റ നിതീഷ് കുമാർ റെഡ്ഡിക്കും ആകാശ് ദീപിനും പകരം ഷാർദുൽ ഠാക്കൂറും അൻഷുൽ കാംബോജും ടീമിലെത്തി. കാംബോജിന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കൂടിയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.